രാവിലെ തന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ച് കുളിച്ച് റെഡിയായിട്ട് നമ്മൾ മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് ഉപ്പാനും ഉമ്മാനും കാണിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പയും ഉമ്മയും പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരുന്നു, എൻ്റെ പല്ലിന് കുറച്ച് കുറച്ച് ഹോൾസ് ഉണ്ട്, അതൊക്കെ അടക്കണം എന്ന് പറഞ്ഞു. അന്നേരം പിന്നാലെ ഹസ്ബൻഡ് പറഞ്ഞു ഞാനും വരുന്നു, എൻ്റെ പല്ലൊന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് പോയിട്ടാണ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഹസ്ബൻഡിനായിട്ട് ആദ്യം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് 32 34 അമ്മ അപ്പോൾ എത്രയെങ്കിലും ആയിട്ട് ഫുൾ പല്ല് കാണിച്ചിട്ട് ഇങ്ങനെ ഇളിച്ച് ചിരിക്കുന്നുണ്ടായിന്. അപ്പം നമ്മൾ ശനിയാഴ്ച പോയിട്ടുണ്ടായിരുന്നു. ഉച്ചവരെ ഡോക്ടർ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആരെ കാണിക്കലും നടന്നിട്ടുണ്ടായിട്ടില്ല എന്ന് പറയും. ശശിയായി. അങ്ങനെ കുറച്ച് നേരം വിശന്നപ്പം ചെറുതായിട്ട് സാൻഡ്വിച്ചൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഹോസ്പിറ്റലിലുള്ള ക്യാൻറ്റീനിൽ തന്നെ നമ്മൾ പോയി ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അവിടെ എത്തിയപ്പോൾ എന്താ പറയുക, ഫുൾ ആൾക്കാർ, സീറ്റ് ഒഴിവുണ്ടായിട്ടില്ല. അങ്ങനെ കാത്തുനിന്ന് ഒരു സീറ്റ് കിട്ടിയേട്ടാ. അങ്ങനെ നമ്മൾ ഓർഡർ ആക്കിയത് ചോറാണ് ട്ടോ. നല്ല ചോറും സാമ്പാറും മോരും എന്താ പറയുക, തൈരും അച്ചാറും പപ്പടും 2 ആംപ്ലേറ്റും കൂടി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പം സാമ്പാർ ഒഴിച്ചപ്പം സാമ്പാറിന് ഉപ്പില്ല, രസം ഒഴിച്ചപ്പോൾ രസത്തിന് ഉപ്പില്ല, പച്ചക്കറി ഒഴിച്ചപ്പോൾ പച്ചക്കറിക്ക് ഉപ്പില്ല, മോരൊഴിച്ചപ്പോൾ മോരിന് ഒന്നിനും ഉപ്പ് ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. എന്ത് ചെയ്യുന്ന, വിശന്ന് കുടലും കത്തുന്നുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കാണ്ട് കുടൽ ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നല്ലോണം എല്ലാം മിക്സ് ചെയ്തിട്ട് കൂട്ടി കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ പപ്പടമൊക്കെ കൂട്ടി കഴിച്ചു. ഫുള്ളും എന്താ പറയുക, പൈസ കൊടുത്തിട്ട് വാങ്ങുന്നതല്ല, കാല് എന്താ പറയുക ബാക്കിയാക്കാൻ കഴിയും. അങ്ങനെ മൊത്തത്തിൽ പഠിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകാൻ പോയപ്പം അവിടെ ഉണ്ട് നിരത്തി ഉപ്പ് അങ്ങ് വെച്ചിട്ട്. പിന്നീടാണ് അറിയുന്നത് ഉപ്പ് വേണമെന്നവർ അവിടെ പോയി എടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കഴിച്ചോളാന്ന്. എന്ത് ചെയ്യാനാ, തിന്ന് കഴിഞ്ഞപ്പാന്ന് ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മൾ ഉള്ളാളം പള്ളിയിലേക്ക് പോയേട്ടാ. കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഇവിടെ ഒന്ന് പോണേന്ന്. അപ്പം ഇപ്പാണ് കഴിഞ്ഞത്. അങ്ങനെ അവിടെ പോയി നിരത്തി ഉപ്പിലിട്ടതും കച്ചും അങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. വെയിലത്ത് കണ്ടപ്പോൾ സങ്കടമായിപ്പോയി. അങ്ങനെ നമ്മൾ പള്ളി കയറി. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പള്ളി കയറി യാസിനൊക്കെ ഓതി അങ്ങനെ ഇതുമൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ പുറത്ത് കീഞ്ഞപ്പം കുറച്ച് അങ്ങോട്ടായിട്ട് ഒരു കിണർ കണ്ടിട്ടാ. ആ കിണർ എന്താ പറയുക, കുറേ പൂട്ടൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. കിണറിൻ്റെ ഉള്ളിൽ നോക്കുമ്പം കിണറ്റിൻ്റെ വെള്ളത്തിന് മേലായിട്ട് ഒരു മാറ്റ് വെച്ചിട്ട് അതിലിങ്ങനെ ഓരോരാൾ വന്നിട്ട് പൈസ ഇങ്ങനെ ഇടുന്ന കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പാനോട് ചോദിച്ചു, ഉപ്പ ഇതെന്തിനാ ഇങ്ങനെ ഇടുന്നത്? അപ്പോൾ ഉപ്പ കുറേ ചരിത്രം പറഞ്ഞാണ്. അപ്പോൾ കുറേ പ്രത്യേകത ഉള്ള പള്ളിയും കൂടിയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ അവിടുന്ന് അപ്പോൾ ഈ കിണറ്റിൻ്റെ കുറച്ച് ഇങ്ങോട്ടായിട്ട് എന്താ പറയുക, കിണറിൻ്റെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്, കിണറ്റിലെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് വെച്ചിട്ട്, ഇതിനെന്താ പറയുകയെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് വെള്ളം എടുത്ത് ദുആക്ക് കൊടുത്തു. ഞാനും കുടിച്ചു, ഉപ്പയും കുടിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അസർ കൊടുത്തപ്പം അസറും കൂടി നിസ്കരിച്ചിട്ടാ. അപ്പോൾ ഈ പള്ളിൻ്റെ പുറത്തായിട്ട് ചെറിയൊരു പുഴ, പുഴയല്ല, കുളയുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുള നോക്കിയപ്പം കുറച്ച് വേസ്റ്റൊക്കെ കണ്ടേ. വേസ്റ്റ് എന്ന് പറയുമ്പം കുപ്പിയും കടലാസൊക്കെ ആയിട്ട് ആകെ വൃത്തികേടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പം എന്തോ പോലെ തോന്നി, നല്ലൊരു ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ കണ്ടിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഏട്ടൻ വന്നിട്ട് കടിയും കൊണ്ട് 5 രൂപക്ക് സമൂസ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയപ്പം ഇങ്ങനെ എന്താ പറയുക, പൊരിച്ചണ്ടി, മുളകിട്ടിട്ട് വറുത്തണ്ടി, അങ്ങനെ കുറേ അണ്ടി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇക്കാക്ക. അങ്ങനെ ടേസ്റ്റ് വെക്കാനൊക്കെ തന്നെ. അങ്ങനെ മാങ്ങ ഉപ്പിലിട്ടൊക്കെ കഴിച്ച്. ഈ പള്ളിൻ്റെ പുറത്തായിട്ട് വേറൊരു കിണറും കൂടി കണ്ടിന് കേട്ടോ. അതുപോലെ ഇങ്ങനെ പൂട്ടൊക്കെ കെട്ടി വെച്ചിട്ട് ഓരോരാൾ. അപ്പം അതിലും ഇതുപോലെ തന്നെ ഇങ്ങനെ മാറ്റിൻ്റെ മേലെ ഇങ്ങനെ ഓരോരാൾ ചില്ലറ പൈസ നോട്ടും അങ്ങനെയൊക്കെ നേർച്ചയാക്കിയിട്ട് ഇടുന്നതാന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് വലിയ കിണർ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെന്താക്കി, ഒരു അസറൊക്കെ കഴിഞ്ഞ് ഒരു 4-4:30 മണിയായപ്പം, 4:30 5 മണിയായപ്പോൾ നമ്മളെന്താക്കി, ട്രെയിനിൻ്റെ സമയപ്പം അവിടെ നിന്ന് കീഞ്ഞ് അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പാക്കറ്റിൻ്റെ സ്റ്റൈൽ കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മൾ പണ്ട് 1 രൂപൻ്റെ ഓക്കെ തന്നില്ലേ, അതിൻ്റെ അതേ ടേസ്റ്റ്. അങ്ങനെ നമ്മൾ ബസ് കയറി, റെയിൽവേ സ്റ്റേഷനിലെത്തി, ട്രെയിൻ കയറി. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ മഹാ ബോറായിരുന്നു കേട്ടോ. നല്ല ഉറക്കമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി. അപ്പോൾ കുറേ നടന്നുകൊണ്ട് നല്ല കാലുവേദന ഉണ്ടായിട്ടാ. അപ്പം എൻ്റെ സ്നേഹമുള്ള ഭർത്താവ് കാലൊക്കെ തടിയിട്ടാണ്, കൊട്ടയൊക്കെ പൊട്ടിച്ചാന്ന്. അപ്പം ഇത് കണ്ടിട്ട് ദുവാച്ചി ആവൂ ആവൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓളു ബാപ്പ
ഓളെ കാലും കൂടി തടയി കൊടുത്ത്. അപ്പോൾ നമ്മളവിടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ടായി. നല്ലതെന്ന് പറയുമ്പോൾ ഒരു 9 മണി 9:30 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ മംഗലാപുരത്തെ യാത്ര. ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഉള്ളാളം പള്ളി കണ്ട ഇതിൽ നല്ല സന്തോഷമുണ്ട്. കുറേ നാളായി ആഗ്രഹിക്കുന്ന ഉള്ളാളം പള്ളി കാണണമെന്ന്. അപ്പോൾ അത് കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നല്ല വീഡിയോ ആയിട്ട് വരാം. ബായ്.